മണൽ കൊണ്ടാട്ടോ ഇവർ പാത്രം കഴുകണത്. വെള്ളമല്ല ഇവിടെ, വെള്ളം കുടിക്കാൻ പോലെ ഇവർക്ക് വെള്ളമല്ല, പിന്നെ എങ്ങനെ പാത്രം കഴുകണ്ടാവുന്ന. ഈ കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ പാമ്പിൻ്റെ പ്രശ്നം അത് വരുന്ന കാരണം പിന്നെ ഇവിടെ നിർത്തിട്ടോ. അപ്പോൾ ഈ കിച്ചൺ ക്ലോസ് ആണ്. ഇനി ഇവിടെ ഇത് യൂസ് ചെയ്യില്ല. അപ്പോൾ കിച്ചൺ നേരെ പുറത്തേക്ക് വെച്ചിട്ടോ. യുവരാജ്നാഥ് അതങ്ങനെ ഉണങ്ങും. ഈ ഉണങ്ങി കഴിഞ്ഞിട്ട് ഈ സാധനമാണ് മുകളിൽ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ മുകളിൽ ഷീറ്റ് ഇടൂലേ, അതിന് ഈ പുല്ലാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ പുല്ലിട്ട് കഴിഞ്ഞാൽ ഉള്ളിക്ക് ചൂടിറങ്ങൂല അത്രേ. ബാത്റൂമേ ഒരു കുളിമുറി ഉണ്ട്. നിങ്ങൾ ഇതാട്ടോ ഇവരെ സ്റ്റോറും പറയുന്നത് ഇതാട്ടോ. അതായത് ഉള്ളിൽ അരി, പിന്നെ ഇത് എന്തോ പൂട്ടി കിടക്കണ്ടോന്ന്. ഇതെന്താ ചപ്പാത്തി മാവ് കേട്ടോ. എല്ലാ സ്റ്റോർ റൂമിലും ഉണ്ട് ചപ്പാത്തി മാവ്. അപ്പോൾ ഇവരെ സ്റ്റോർ റൂമും കഴിഞ്ഞിട്ടോ, എത്രേ ഉള്ളൂ. ഇങ്ങനെ ഓപ്പണായി കിടക്കും ഇവരെ സ്റ്റോർ റൂം. പോകുന്ന വഴി കണ്ടില്ല നിങ്ങൾ, ഒരു പശു ചത്ത് കിടക്കണ്ടായിരുന്നു കേട്ടോ നേരത്തെ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോയി, ഞാൻ വണ്ടി ഒന്ന് കയറുക, പൈസ തന്നിട്ട് ഞാൻ വിടുള്ളൂ എന്ന് പറഞ്ഞേ. അയ്യോ എൻ്റെ അമ്മോ. കൽബീലിയ ജിപ്സി കോബ്ര ട്രൈബൽസ്, രാജസ്ഥാൻ മരുഭൂമിയിലും ജീവിക്കുന്ന ആദിവാസി മക്കൾ. ശരിക്കും ഈ ജിപ്സി ആദിവാസി മക്കളൊക്കെ ഉണ്ടല്ലോ, ഇവർ ശരിക്കും ആദ്യകാലങ്ങളിലൊക്കെ ഹണ്ടിങ് ഒക്കെ ചെയ്തിരുന്നത്. കാലങ്ങൾ ഇങ്ങനെ പോകുന്തോറും ഓരോരോ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത് നമ്മളുടെ റിസോർട്ട്സിലൊക്കെ ഡാൻസ് കളിക്കുക, പിന്നെ പാമ്പുകളുണ്ട് ഷോ കാണിച്ചിട്ട് വരുന്ന ടൂറിസ്റ്റിനോട് നിന്ന് പൈസ മേടിക്കുക. പക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ ഇവർ ചെയ്യുന്നത് ഹണ്ട് ചെയ്യുക, കാട്ടിൻ്റെ ഉള്ളിൽ. കാട് എന്ന് പറയുമ്പോൾ ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ കേട്ടോ, അവിടെയും കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ കിട്ടുന്ന തേൻ ശേഖരിക്കുക, പിന്നെ കിട്ടുന്ന അനിമൽസോ പാമ്പ് എന്തെങ്കിലും ഹണ്ട് ചെയ്ത് കഴിക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു അത്. പിന്നെ കാലങ്ങൾ ഇങ്ങനെ മാറുന്തോറും പിന്നെ ഇങ്ങോട്ട് ഓരോരോ രീതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ലൈഫിലും ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷെ എന്ത് രീതിയിലാണ് ചേഞ്ചസ് വരുന്നത് ചോദിച്ചാൽ വളർച്ചയിലല്ല കേട്ടോ. അതായത് വലിയ വീടുണ്ട്, പൈസ ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇന്നും അന്നും എപ്പോഴും അവർ പൂവറാണ്. പൂവറാണ്, കയ്യിലും പൈസ ഒന്നുമില്ല, കഴിക്കാനും അങ്ങനെ ഒന്നുമില്ല. ആദ്യകാലങ്ങൾ ഹണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഹണ്ടിങ്ങും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ കിട്ടുന്ന വരുമാനം, അതായത് നമ്മൾ പോലും വരുന്ന ആളുകളുടെ അടുത്തും വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പക്ഷേ ഇവരിൽ നിന്ന് പല ആളുകളും ഇപ്പോൾ ഇന്ത്യയിൽ പല രാജ്യങ്ങൾക്ക് പോയിട്ട് അവരിപ്പോൾ മാല വിൽക്കുന്നതും നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്നില്ല, അതൊക്കെ ഇവരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പേര് ഈ നാട്ടിൽ നിന്ന് പുറത്തു വന്നു. പക്ഷേ ഇന്നും പോകാതെ ഈ മരുഭൂമിയിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് ആദിവാസി മക്കളുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ജീപ്പൊക്കെ എടുത്ത് പോകുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് രാജസ്ഥാൻ വരെ വന്നിട്ട് ഇവരൊക്കെ കാണുന്നത് അത്ര എളുപ്പമുള്ളതൊന്നുമല്ല കേട്ടോ. ഭയങ്കര റിസ്ക് എടുത്തിട്ടും ഭയങ്കര എക്സ്പെൻസൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നിങ്ങൾ പരമാവധി ഇത് സപ്പോർട്ട് ചെയ്യണം. ശരിക്കും ഇതൊന്നും കേരളത്തിൽ അങ്ങനെ ഒരു അധ്യായങ്ങളില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ വീഡിയോസൊക്കെ ശരിക്കും BBC മാത്രമേ ഉള്ളൂ. BBC, പിന്നെ നമ്മളുടെ കോവേ ഔട്ട്ഡോർസ് തമിഴ് യൂട്യൂബിൽ മാത്രം. പിന്നെ ഉള്ളത് നമ്മളാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ വളരെ പുതിയ കാഴ്ചകളായിരിക്കും. കാണുന്ന നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ. അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് അറിയണ്ട ഫ്രണ്ട്സ്. അപ്പോൾ നേരെ നമുക്ക് ഇനി ജിപ്സി കോബ്ര ട്രൈബൽസിൻ്റെ വീട്ടിലേക്ക് പോകാം. നമ്മൾ പോകുന്ന നേരത്തെ അവിടെ ആണുങ്ങൾ വളരെ കുറവായിരുന്നു, കാരണം അവർ ഓരോരോ വഴിയിൽ ഓരോരോ പണിക്ക് പോയതായിരുന്നു. നമ്മളിപ്പോൾ ഈ പോയ നേരത്ത് ഫുള്ള് സ്ത്രീകളായിരുന്നു. പക്ഷെ എന്നാലും അവരുടെ ജീവിത സ്റ്റൈൽ എങ്ങനെ ഉണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മളെ വന്ന വഴി കാണാം നിങ്ങൾക്ക്. നമ്മൾ വന്ന വഴി കണ്ടോ, ഫുൾ ഡെസേർട്ടാട്ടോ. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ പച്ചപ്പുള്ള മരങ്ങളുണ്ട്. ഒരു പശു ചത്ത് കിടക്കണ്ടായിരുന്നു കേട്ടോ നേരത്തെ, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോയി. പിന്നെ ഇവരെ യുണിക്കായിട്ട് ഒരു സംഭവം പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫേസ് ലുക്കും അവരുടെ കണ്ണാണ്. എപ്പിസോഡ് 1 കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇവരെ ശരിക്കും പറയുന്നത് ജിപ്സി കോബ്ര ട്രൈബൽസ് എന്നാണ്. കാരണം ഇവർ പാമ്പുപരമായിട്ട് വളരെ അധികം അടുപ്പമായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ജിപ്സി കോബ്ര ട്രൈബൽസ് എന്ന് കേട്ടോ പറയാറ്. ഇവരെ കണ്ണൊക്കെ കണ്ടല്ലോ പാമ്പിൻ്റെ പോലെ തന്നെ ആയിരിക്കും. നമ്മുടെ എപ്പിസോഡ് 1 കണ്ടവർക്ക് ചിലപ്പോൾ അത് അറിയായിരിക്കും. ഇത് എപ്പിസോഡ് 2 ആണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. കാരണം നമ്മൾ അത്ര റിസ്ക് ഒക്കെ എടുത്തിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ അടുത്തും എത്തിക്കുക. നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് നിങ്ങൾ അറിയിക്കണം കേട്ടോ.
ശരി, ഓക്കെ, നമ്മളെ നാട്ടിലും ചൂടും വെയിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഓക്കെ ആവും, നമുക്കൊന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിൽ കയറിയിരുന്നത്. പക്ഷെ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ, ഇത്രയധികം ചൂടുണ്ടാവുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ രാജസ്ഥാനിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിൽ അധികം തന്നെ എനിക്ക് ചൂട് കിട്ടി. നല്ല ചൂടായിരുന്നു ബാക്കിലിരുന്നപ്പോൾ. ഇവിടെയൊക്കെ കണ്ടിരുന്നു നിങ്ങൾ ഈ മരുഭൂമിൻ്റെ അവസ്ഥ. ഇവിടെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പുല്ലുകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത് കാണുമ്പോഴാണ് ഭയങ്കര അത്ഭുതം. എന്നാൽ ഈ പുല്ല് മാത്രമല്ല കേട്ടോ, ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആളുകൂടിയും കൂടി ഉണ്ട്. അത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇനി വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തടുത്ത എപ്പിസോഡൊക്കെ വരുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് കാണുന്നേ വേണം കേട്ടോ. കാരണം രാജസ്ഥാൻ മരുഭൂമിയിൽ കൃഷി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അതിന് കാരണം ഈ മരുഭൂമിയിലും എങ്ങനെ കൃഷി നടക്കും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ കുറേ വില്ലേജ് ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ആ വില്ലേജിലൊക്കെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മരുഭൂമിയിൽ. അതാണ് ഹൈലൈറ്റ്. നമ്മളിപ്പോ വേറെ ഒരു കുടിയിരിപ്പ് കൊണ്ട് പാക്കണം. இந்த இடத்துல പൊളിഞ്ചോന്ന് நினைக்கிறேன். അയ്യോ, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവായിരിക്കും ഞാൻ എന്തിനാണ് ഈ അയ്യോ എന്ന് പറയുന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എത്ര ചില്ലറ പൈസ ഉള്ളത് അത് ഇവിടെ കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. അതെന്താന്നുള്ളത് നിങ്ങൾക്ക് വഴിയ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. പടച്ചോൻ അവിടെ തന്നെ 2000 ആയി, ഇവിടെ എത്ര ആവണമെന്ന് അറിയില്ല. വരടാ നിക്ക് ഇവര് എങ്ങനെ ഇപ്പൊ പറഞ്ഞു ഇവര് മനസ്സിലാക്കിപ്പിക്കാം. കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട്. എന്താ ചെയ്യണ ഇപ്പൊ, വേറെ നിവൃത്തില്ല. നല്ല പേടിയുണ്ട് കേട്ടോ അയക്കാക്ക്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. കാരണം വേറെ നിവൃത്തില്ല. ഇപ്പോൾ നമ്മളോട് വന്നിട്ട് ഞങ്ങൾ ഡാൻസ് ചെയ്ത് തരാം, ഞങ്ങളെ മ്യൂസിക് ചെയ്ത് തരാം, ഇതൊക്കെ ചെയ്ത് തരാം, നിങ്ങൾ എനിക്ക് 100 രൂപ തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്ന് നമ്മളെ നോക്കുന്നത് കേട്ടോ. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർക്കുള്ള വരുമാനം ശരിക്കും നമ്മളെ പോലത്തെ ടൂറിസമായിട്ട് ഇവരെ കാണാൻ വരുന്നവരെ കയ്യിൽ നിന്ന് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഡാൻസ് ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ മുന്നിൽ അവരത് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുക അതൊക്കെ ചെയ്ത് കാണിച്ചു തരും. അതിന് നമ്മൾ തിരിച്ച് പൈസ കൊടുക്കണം. ഇങ്ങനെയാണ് സ്ത്രീകളും ഒക്കെ പൈസ ഉണ്ടാക്കുന്നത്. പുരുഷന്മാർ പാമ്പൊക്കെ കൊണ്ടുപോയിട്ട് ഷോ ഒക്കെ കാണിച്ച് അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലങ്ങളിൽ അവർ പൈസ ഉണ്ടാക്കുന്നത്. ഈ വില്ലേജ് ഒന്ന് കണ്ടിട്ട് വരാം. ഓ അടച്ചോനെ, ഇത് പാളിട്ടോ ബ്രദറേ, സോളി മുടിഞ്ച് വീട്. ഒരു കുട്ടി കിടന്ന് അടി കളിക്കണ്ടല്ലോ അതിനുള്ളിൽ. ചുട്ടിയേ ഇതാ അവിടെ பிரதர் என்ன பண்றாங்க? செம்மறியாடோட தோலை அந்த இதை எடுக்கறாங்க. ஓ, ரோமத்தை வெட்டி எடுக்கறாங்க. சரி சரி. ரோமத்தை வெட்டி எடுக்கறாங்க பாத்தீங்களா? மிஷின் மிஷின்ல கையிலே வெட்டி எடுக்கறாங்க. கை கொண்டு തന്നെ நாக்க வெட்ட வருங்க. அதான் நீங்க சதைகிதே வெட்டினா கோட்டைகிட்டே வெட்டிடுறாங்க. இல்ல சதைகிதே வெட்டினா அவ்வளவுதான். ஆனா கரெக்டா വിട്ടുறாங்க பாருங்க. എന്താണ്ട് ആടിനൊക്കെ അടപ്പിച്ചുട്ടോ, അയാളെ കാലിനുള്ളിൽ വെച്ച് ലോക്ക് ചെയ്തിട്ട് ഇതാ കറക്റ്റ് അതിന്റെ ആ മുടി വെട്ടി കൊടുക്കാണ് അവര്. ഇതാണ്ടോ, അപ്പൊ ആടും കാര്യങ്ങളൊക്കെ വളർത്തുന്നു കേട്ടോ ഇവര്. ഈ ആടിന്റെ ഈ രോമം ഉണ്ടല്ലോ, കിലോ 40 രൂപ മുതൽ 70 രൂപ വരെ വില പോകുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയും അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ റീസെന്റ് ആണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്. ഇവരാണ് ആ പാമ്പിനൊക്കെ വിധി കാണിച്ചത്. ഹായ് ഹായ് ബോൾ. ഇതുണ്ടോ ഈ ആട്? ഇത് മുടി വെട്ടി കൊടുത്ത ആടാട്ടോ. ഇതുണ്ടോ നല്ല വൃത്തിയായി. ഇവിടെ വന്നപ്പോ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവരെന്തോ ചെയ്തോണ്ടിരിക്കണ്ട. അത് നമുക്കൊന്ന് പോയി നോക്കാം. ചായേ സബ്ജി സബ്ജിനാ കത്രിക്ക സാമ്പാർ കൂട്ട് அந்த மாதிரி സാമ്പാർ ഇത് സാമ്പാർ പോലത്തെ സംഭവം ഉണ്ടാക്കാണ്. പക്ഷെ എന്താ കറിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ ഓക്കെ. ഉണ്ടോ ഡാൻസ് കളിക്കണുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ പൈസ തരണമെന്ന് പറഞ്ഞിട്ട്. ഇതാണ്ടോ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ
കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇതിനൊക്കെ പൈസ കൊടുക്കണം നമ്മൾ. ഇനി നമ്മളൊന്നും ചോദിക്കൊന്നും വേണ്ട, അവരെന്നെ എല്ലാം ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഒരു ബില്ലാണ് തരും നമ്മളെ കൈക്ക്. ഈ അമ്മക്കെ നമ്മളെ പിന്നാലെ നടക്കണ്ടേ, പാവം തോന്നുന്നു. ആ വില്ലേജ് നമുക്ക് 2000 റുപ്യ ആയി. ഇനി ഇവിടെ സലീം ഭായിനോട് കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ എന്നാലും വരും തന്നെ. സലീം ഭായി ഒരു സംഖ്യ അവിടെ തന്നെ കൊടുത്തു. ഇതൊരു വീടാട്ടോ, ഇതൊരു വീട്. ഇവർ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം, വേറെ ഷെഡ്. ഇവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ വടിയില്ല കുത്തിയിട്ട് ഇവിടെ ഷെഡ് ഉണ്ടാക്കിക്കൊണ്ട് കണ്ടോ. സ്ത്രീകളാണ്ടോ പണികളൊക്കെ ഒരുവിധം ചെയ്യുന്ന, ആണുങ്ങളെ ഞാൻ അല്ലാതെ കണ്ടില്ല. ഇതെവിടെ ഉണ്ടോ ഒരു ഷെഡ്. തള്ളിപ്പോകും നിന്നോട്, എൻ്റെ അടുത്തേക്ക് വരില്ല. ഇങ്ങനെ ഇതുവരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഷെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന് മുകളിൽ മറ്റേ പുല്ലിട്ടുങ്ങാണ്ട് അവരൊരു ഷെഡ് പോലെ ഉണ്ടാക്കി, അത് കഴിഞ്ഞു. പിന്നെ വീടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സൈഡൊക്കെ കവറായിട്ടുണ്ടാവും. വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ കവറായിട്ടുണ്ടാവും. വീടല്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള റൂമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വടിക്കോല് മാത്രം ഉണ്ടാവും ഇങ്ങനെ കുത്തി വെച്ചിട്ട്. എന്നിട്ട് മുകളിൽ ആ പുല്ലിടും. ആ പുല്ല് അതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓ എന്നെ നല്ല തെറി വിളിക്കണമെന്ന് എനിക്കറിയാം. മരുഭൂമിയിൽ വളർന്ന ഒരു ചെടി ഉണ്ടല്ലോ, ഈ ചെടി, ഇതിപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ എന്ത് സാധനം കിട്ടിയാലും ഫുള്ളും കളക്ട് ചെയ്ത് വെക്കട്ടെ. എല്ലാവരും യൂസ് ചെയ്യും, ഒന്നും വേസ്റ്റ് ആക്കില്ല. ഈ കാട്ടിൻ്റെ ഉള്ളിൽ, കാട് നല്ല ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. എന്നിട്ട് ആ ചുള്ളിവടികളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇവർ പെരത്തി വെക്കുകയാണ് കേട്ടോ. പെരത്തിന് ഒന്നിനു മേലെ അടുക്കിയിട്ട് എന്നിട്ട് അത് അങ്ങനെ ഉണങ്ങും. ഈ ഉണങ്ങി കഴിഞ്ഞിട്ട് ഈ സാധനമാണ് മുകളിൽ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ മുകളിൽ ഷീറ്റ് ഇടില്ലേ, അതിന് ഈ പുല്ലാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ പുല്ലിട്ട് കഴിഞ്ഞാൽ ഉള്ളിക്ക് ചൂടിറങ്ങില്ല അത്രേ. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. കാരണം നമ്മൾ പോയ വീട്ടിൽ കൂടെ ഒക്കെ അത് തന്നെയാണ് അവസ്ഥ. കണ്ടില്ലേ, മുകളിൽ അങ്ങനത്തെ പുല്ലിടും, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഇടും, അത്രേ ഉള്ളൂ. ഇത് റെസ്റ്റിംഗ് റൂമാണ് കേട്ടോ. യുവരാജ് അവൻ്റെ ചെറിയാക്കി യുവരാജ് നാഥ്. ഇപ്പം ഇവിടെ എന്തോ ഒരു ഫുഡിങ്ങിനുള്ളതാട്ടോ. ഇത് ഇവരെ സ്റ്റോർ റൂം എന്ന് പറയുന്നത് ഇതാട്ടോ. ഇവരെ സ്റ്റോർ റൂം പറയുന്നത് ഇതാട്ടോ. അതായത് ഉള്ളിൽ അരി, പിന്നെ ഇത് എന്തോ പൂട്ടി കിടക്കുന്നുണ്ടോന്ന്. ഇതെന്താ ചപ്പാത്തി മാവ് കേട്ടോ. എല്ലാ സ്റ്റോർ റൂമിലും ഉണ്ട് ചപ്പാത്തി മാവ്. അപ്പോൾ ഇവരെ സ്റ്റോർ റൂമും കഴിഞ്ഞിട്ടോ, എത്രേ ഉള്ളൂ. ഇങ്ങനെ ഓപ്പണായി കിടക്കും ഇവരെ സ്റ്റോർ റൂം, അത്ര ഉള്ള. കണ്ടോ പൈസ കൊടുത്തില്ലേ ബ്രദർ? ഇപ്പോൾ പൈസ കൊടുത്തീங்களா? കൊടുക്കുறீங்க. ഇതാണ്ടോ ഇപ്പൊ ഒരു സംഖ്യ പൈസ പോയിട്ടോ, ഫോൺ പേ. ഇപ്പൊ ഈ കൊടുക്കുന്ന ഈ പൈസ എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവരുടെ അടുത്തേക്ക് വന്നിട്ട് ആ കുട്ടീനെ വീഡിയോ എടുത്തില്ലേ, പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ സ്റ്റോർ റൂം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ബോക്സ് ഒക്കെ കാണിച്ചു തന്നില്ലേ, അതിനാണ് കേട്ടോ ഈ പൈസ നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, ഇനി ഇങ്ങനെ ഒരുപാട് നമുക്ക് കൊടുക്കാണ്ട് ഇവിടുന്ന് പോകുമ്പോൾ. ഇതൊരു കിച്ചൺ. ഈ കിച്ചനെ பயன்படுத்திருக்காங்க, இப்ப பயன்படுத்தல. ஏன் நிப்பாட்டிடுறாங்க? തമിഴ് പറയണൊക്കെ ഇവര് ഇത് കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഞാൻ പറഞ്ഞില്ലേ പാമ്പിന്റെ പ്രശ്നം, അത് വരുന്ന കാരണം പിന്നെ ഇവിടെ നിർത്തിട്ടോ. അപ്പൊ ഈ കിച്ചൺ ക്ലോസ് ആണ്. ഇനി ഇവിടെ ഇത് യൂസ് ചെയ്യില്ല. അപ്പൊ കിച്ചൺ നേരെ പുറത്തേക്ക് വെച്ചിട്ടോ. ചപ്പാത്തി ചപ്പാത്തി നെയ്യേ. ഓ പക്കോട. ആ ഓക്കെ ഓക്കെ, പക്കോട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അവര്. ഓ വീഡിയോ ഇപ്പൊ ഒരു 100 എതുക്ക് இப்போ எதுக்கு 100 ரூபா பே பண்ணீங்க? அது குழந்தை இருக்கு சாப்பிடுறதுக்கு के लिए बना रहे. ஓ அப்படியா, ഓക്കെ ഓക്കെ ശരി ശരി ശരി. 100 രൂപ കൊടുത്തപ്പോൾ വീഡിയോ എടുത്തോളി എന്നും പറഞ്ഞു. പിള്ളേർക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു 100 രൂപ തരുമോ ചോദിച്ചു. അപ്പോൾ അത് കൊടുത്തുട്ടോ. എന്നിട്ട് കുട്ടീനെ വീഡിയോ എടുത്തോളി എന്നും പറഞ്ഞു. ഇതുണ്ടോ വേറെ വഴി ഇല്ലന്നെ. ടാറ്റാ. ഇവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ പിള്ളേർക്ക്. എന്തൊക്കെയാ നമ്മളെ കുറിച്ച് പറയണ്ട്, നിങ്ങൾക്ക് അറിയണ്ട മനസ്സിലാവായിരിക്കൂലേ. ഇത് ഇവരെ ബാത്റൂമാണ് കേട്ടോ. ആ ഏ ബാത്റൂമേ. ആ ഒരു കുളിമുറി ഉണ്ട്. നിങ്ങള് ഒരു കുളിമുറി ആട്ടോ ഇത്, ഇത്ര ഉള്ളു. ഒരു കുളിമുറിയാണിത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വില്ലേജ് കേട്ടോ. കുറച്ച് ദൂരം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അമ്മ என்ன பண்றாங்க? தண்ணி எடுத்து மண்ணு போட்டு கழுவுறாங்க பாருங்க. ഓക്കെ ഓക്കെ. ഇവര് പാത്രം കഴിയുന്ന രീതി നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഇതാ വെള്ളമില്ല, കറണ്ട് ഇല്ല, അതുകൊണ്ട് ഇതാ லைட்டா தண்ணி தொட்டு மண் எடுத்து அதை அப்படியே போடுறாங்க. நல்லா பழுத்து ஆயிருது தண்ணி. நல்லா பாத்திரம்.
ഉണ്ടോ ഇങ്ങനെ കേട്ടോ ഇവർ പാത്രം കഴുകുന്ന രീതി. ക്ലീൻ ആയില്ലേ? രാജസ്ഥാനിൽ പാത്രം കഴുകുന്ന രീതി പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ. ഇത് കണ്ടില്ല നിങ്ങൾ, മണൽ കൊണ്ടാട്ടോ ഇവർ പാത്രം കഴുകണത്. വെള്ളമല്ല ഇവിടെ, വെള്ളം കുടിക്കാൻ പോലെ ഇവർക്ക് വെള്ളമല്ല, പിന്നെ എങ്ങനെ പാത്രം കഴുകണ്ടാവുന്ന. ഇതുണ്ടോ ക്ലീനായിട്ടോ സംഭവം, പക്ക ക്ലീനായി. ഓക്കെ, രാജസ്ഥാനിൽ ഇവർ ഇങ്ങനെയാണ് കേട്ടോ പാത്രം കഴുകുന്നത്. അതുണ്ടോ ഇതൊക്കെ അങ്ങനെ കഴുകിയതാണേ. പാത്രം കഴുകണ കാണിച്ചെന്നില്ല, പൈസ എന്നിട്ട് പോയാൽ മതി. ഇവിടെ ആകെ കച്ചറായിട്ടോ, പൈസ തരാറുണ്ട്. പൈസ നമ്മൾ പാത്രം കഴുകി കാണിച്ചെന്നില്ല, അപ്പം ഇനി ഇവർ എല്ലാവർക്കും പൈസ കൊടുക്കാം കേട്ടോ. എന്താ പൈസ കിട്ടിയ ഞാൻ മൂപ്പര് പണിയായിട്ടോ എന്നെ വിട്ടില്ലവര്. ഞാൻ വണ്ടി ഒന്ന് കയറുക, പൈസ തന്നിട്ട് ഞാൻ എന്നെ വിടുള്ളൂ എന്ന് പറഞ്ഞേ. അയ്യോ എൻ്റെ അമ്മോ, പൈസ തരാൻ തന്നെ വിടില്ല എന്ന് പറഞ്ഞേ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കിപ്പിച്ചു. അതൊന്നും റെക്കോർഡ് ആയിക്കണോന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് എന്നെ പിടിച്ച് ലോക്കാക്കി ഇവര്. അപ്പൊ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവർക്ക് ഇതേ വരുമാനം ഉള്ളു, വേറെ വരുമാനമൊന്നും ഇല്ല ഇവർക്ക്. ലാസ്റ്റ് എന്നെ പിടിച്ച് പഞ്ഞിക്കിട്ട് ഭാഗ്യം. നല്ലൊരു എന്താ പറയാ എക്സ്പീരിയൻസ് അല്ലത്, നല്ലൊരു എക്സ്പീരിയൻസ് അല്ല. അപ്പോൾ അവിടെ നമ്മൾ റൂമൊക്കെ വന്നിട്ടോ. ലാസ്റ്റ് നല്ല പണിയാണ് കിട്ടിയത്. ഒക്കെപ്പാടെ കൂടിയിട്ട് ഞാൻ വണ്ടിക്ക് കയറിയിട്ട് അവർ പിന്നാലെ കൂടിയായിരുന്നു. ഞാനത് ക്യാമറ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു, പക്ഷെ അത് റെക്കോർഡായിട്ടില്ല. സോറി കേട്ടോ ഫ്രണ്ട്സ്, അത് ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഒന്നും ഇനി ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നല്ലൊരു സംഭവമായിരുന്നു. ലാസ്റ്റ് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. രാജസ്ഥാൻ സീരീസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചിട്ടുണ്ടാവും നമ്മൾ എവിടെ സ്റ്റേ ചെയ്യണമെന്നുള്ളത്. സോ അതൊന്നും കാണാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇത് കണ്ടിട്ട് അതും കൂടെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഒരു സ്പെഷ്യലും കൂടി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ട്രഡീഷണൽ ഡാൻസ് ഉണ്ടാവും എന്നും രാത്രി ഇവിടെ. അപ്പോൾ അതും കൂടിയും ഞാൻ അടുത്തൊരു വീഡിയോയിലായി നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കേട്ടോ. രാജസ്ഥാനിൽ എല്ലാവരും പോകുന്ന സ്ഥലം അല്ലാതെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഐഡിയ. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. സോ അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം നിങ്ങൾക്കും പുതിയ പുതിയ കാഴ്ചകളായിരിക്കും. രാജസ്ഥാനിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് യൂണിക്കായിട്ട് നമ്മൾ കാണിക്കുന്നത്, പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇതുവരെ ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തണം എന്നാണ് കേട്ടോ നമ്മുടെ ആഗ്രഹം. കാണുന്ന വീഡിയോനെ പിന്നെയും കാണുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവില്ല, ഒരു പുതിയ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.